إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أعوذ بالله السميع العليم من الشيطان الرجيم ومن الناس من يتخذ من دون الله أندادا يحبونهم كحب الله والذين آمنوا أشد حبا لله ولو يرى الذين ظلموا إذ يرون العذاب أن القوة لله جميعا وأن الله شديد العذاب أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون إن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار اللهم علمنا ما ينفعنا وزدنا علما يا كريم اللهم أعطنا الإخلاص وازدد إيماننا يا رب العالمين ആദരണീയരായ വിശ്വാസിനികൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ മാർഗനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ ഓരോ മേഖലകളിലും രഹസ്യവും പരസ്യവുമായ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ട് ജീവിക്കുവാൻ നമ്മൾ ഓരോരുത്തരും ബാധ്യസ്ഥരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല രഹസ്യത്തിലും പരസ്യത്തിലും അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുവാനുള്ള മഹാസൗഭാഗ്യം നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, സതഫ്തരിഖു ഉമ്മത്തി, മുസ്ലിം സമുദായം, മുസ്ലിം ഉമ്മത്ത് 70-ലേറെ കക്ഷികളായിക്കൊണ്ട് ഭിന്നിക്കുക തന്നെ ചെയ്യുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ 1400 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞു വെക്കുകയുണ്ടായി. അവിടെ റസൂലുള്ളാഹ് പ്രത്യേകം പരാമർശിച്ച കാര്യമാണ് ആ 70-ലേറെ വരുന്ന ഭിന്നകക്ഷികൾക്കിടയിൽ ഒരു വിഭാഗം മാത്രമേ യഥാർത്ഥമായിക്കൊണ്ട് ഖുർആനിലും ഹദീസിലും
യഥാർത്ഥ മാർഗത്തിലായിക്കൊണ്ട് അതിൽ ഒരു വിഭാഗം മാത്രമേ ഉണ്ടാവുകയുള്ളൂ, അവർ മാത്രമേ സ്വർഗത്തിലും പ്രവേശിക്കുകയുള്ളൂ എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചു പോകുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, പ്രവാചകൻ പറഞ്ഞ ആ സംഘങ്ങളായിക്കൊണ്ടുള്ള തിരിയൽ ഒരിക്കലും വ്യക്തിവൈരാഗ്യത്തിൻ്റെ അടിസ്ഥാനത്തിലോ എന്തെങ്കിലും കുടുംബ അല്ലെങ്കിൽ സാമൂഹിക മഹിമയുടെ അടിസ്ഥാനത്തിലോ അല്ല സംഭവിക്കുന്നത് അല്ലെങ്കിൽ സംഭവിച്ചിരിക്കുന്നത്. മറിച്ച് 73 72 വിഭാഗങ്ങളായി തിരിയാനുള്ള കാരണം അത് കൃത്യമായി അഖീദയുടെ അടിസ്ഥാനത്തിലാണ്, വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മഅന അലൈഹി വ അസ്ഹാബി, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഞാനും എൻ്റെ സ്വഹാബത്തും ഏതൊരു വിശ്വാസത്തിന്മേലാണോ നിലകൊണ്ടത്, ഞങ്ങൾ രണ്ടുപേരും ഏതൊന്നിന്മേലാണോ നിലകൊണ്ടത്, ഞങ്ങൾ ഏത് നിലപാടാണോ സ്വീകരിച്ചത് ആ നിലപാട് സ്വീകരിക്കുന്ന, ആ വിശ്വാസ ആദർശം മുറുകെ പിടിക്കുന്ന ആളുകൾക്ക് മാത്രമേ സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയുകയുള്ളൂ, അവരാണ് വിജയിച്ച കക്ഷി എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ടെങ്കിൽ, റസൂലുള്ള ഒരു വിഭാഗത്തെ മാത്രമേ വിജയിച്ച കക്ഷിയായി പരിചയപ്പെടുത്തിയിട്ടുള്ളൂ. അതിനർത്ഥം മറ്റെല്ലാ കക്ഷികളും പരാജിതരാണ്, നരകത്തിന് അർഹരാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ വിഭാഗീയത, ആ ഭിന്നത എങ്ങനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, വിശ്വാസം ശരിയാവുക എന്നുള്ളതാണ് ഏറ്റവും അടിസ്ഥാനം. അതുകൊണ്ടാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിന് വിവിധ ഏരിയകളിലേക്ക്, പ്രവിശ്യകളിലേക്ക് ദീനെത്തിച്ചു കൊടുക്കാൻ വേണ്ടി പറഞ്ഞയച്ചപ്പോൾ ഇസ്ലാം കാര്യത്തിന് മുമ്പായിക്കൊണ്ട് റസൂലുള്ള അവരോട് പറയാൻ പഠിപ്പിച്ചത് ഈമാൻ കാര്യമായിരുന്നു. അവരുടെ ഈമാൻ കാര്യം ശരിയായി കഴിഞ്ഞാൽ അവർക്ക് ഇസ്ലാം കാര്യം പഠിപ്പിച്ചു കൊടുക്കണം. അഥവാ വിശ്വാസം ശരിയായതിനു ശേഷം അവർക്ക് കർമ്മകാര്യം പഠിപ്പിച്ചു കൊടുക്കണം. കാരണം കർമ്മം ശരിയാവണമെങ്കിൽ വിശ്വാസം ശരിയാവേണ്ടതുണ്ട് എന്നുള്ളതാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു വെക്കുന്നത്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, വിശ്വാസപരമായി കൊണ്ട് വേർതിരിവ് എന്നുള്ളത് അതിപ്രധാനമാണ് ഇസ്ലാമിൽ. അതുകൊണ്ടാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെയും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹദീസുകളിലൂടെയൊക്കെ ആവർത്തിച്ച് പഠിപ്പിച്ചൊരു കാര്യമാണ്, യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ. അല്ലാഹ് നമ്മൾ ഓരോരുത്തരെയും വിളിച്ചുകൊണ്ട് പറയാം, ലാ തത്തഖിദുൽ യഹൂദ വന്നസ്വാറ, ജൂതനസ്വാറാക്കളെ നിങ്ങൾ ഔലിയാക്കളായിക്കൊണ്ട് സ്വീകരിക്കരുത്, ഉറ്റമിത്രങ്ങളായിക്കൊണ്ട് സ്വീകരിക്കരുത്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ മാഇദയുടെ 51-ാമത്തെ ആയത്തിന്റെ അവസാന ഭാഗത്ത് പറയുകയാണ്, ഫഇന്നഹു മിൻഹും വമൻ യതവല്ലഹും, ആരെങ്കിലും അവരെ വലിയായി സ്വീകരിക്കുന്ന പക്ഷം അവൻ അവരിൽപ്പെട്ടവനായി എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. മറ്റൊരു ഹദീസിൽ റസൂലുള്ള പറയാ, മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും, ആരെങ്കിലും ഒരു സമൂഹത്തോട് സാദൃശ്യപ്പെട്ട് കഴിഞ്ഞാൽ അവൻ അവരിൽപ്പെട്ടവനായി എന്ന് ആദരണീയനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അഥവാ ഒരാളുമായിട്ട്, ഒരു വിശ്വാസവുമായിട്ട് സാദൃശ്യപ്പെടുന്നത് പോലും യഥാർത്ഥ അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ മാർഗത്തിൽ നിന്ന് വ്യതിചലിക്കുന്നതിന് തുല്യമാണ് എന്ന് അള്ളാഹുവും റസൂലും ആവർത്തിച്ച് പറയുമ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, വിശ്വാസ വേർതിരിവ് എന്നുള്ളത് അത് കാണിക്കൽ, അത് പ്രകടിപ്പിക്കൽ, അത് ജീവിതത്തിൽ നിലപാടായി സ്വീകരിക്കൽ നിർബന്ധമാണ് എന്നുള്ളതാണ്. വിശ്വാസപരമായി കൊണ്ട് അയകൊയമ്പൻ നിലപാട് സ്വീകരിക്കുക, അഡ്ജസ്റ്റ്മെന്റ് സ്വീകരിക്കുക എന്നുള്ളത് പാടില്ല എന്നർത്ഥം. അതുകൊണ്ടാണ് റസൂലുള്ള പറഞ്ഞത്, മൻ തശബ്ബഹ ബിഖൗമിൻ, ആരെങ്കിലും ഒരു സമൂഹത്തോട് സാദൃശ്യപ്പെടുന്ന പക്ഷം അവൻ അവരിൽപ്പെട്ടവനായിരിക്കുന്നു എന്നുള്ളത്. അപ്പം വിശ്വാസപരമായിക്കൊണ്ട്, കർമ്മപരമായിക്കൊണ്ട് മറ്റൊരാളുമായി സാദൃശ്യപ്പെടുക എന്നുള്ളത് അതിഗൗരവകരമായ വിഷയമാണ് എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറയും, ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ സ്വീകാര്യമായ മതം അത് ഇസ്ലാമാകുന്നു എന്ന് അല്ലാഹു ഖുർആനിലൂടെ പറയുമ്പോൾ അതിനൊരു മറുവശമുണ്ട്. ഇസ്ലാം അല്ലാത്ത ഒന്നും അല്ലാഹു സ്വീകരിക്കൂല. എന്താ ഇസ്ലാം കൊണ്ടുള്ള ഒന്നാമത്തെ വിവക്ഷ? വിശ്വാസം തന്നെയാണ്, അഖീദ തന്നെയാണ്.
വിശ്വാസം ഇസ്ലാമിനെതിരായിക്കൊണ്ട് ഏതൊക്കെ വിശ്വാസമുണ്ടോ, അത് ഏത് സംഘടന വെച്ച് പുലർത്തുന്നതാണെങ്കിലും, അത് ഏത് മതങ്ങൾ വെച്ച് പുലർത്തുന്നതാണെങ്കിലും, ഇസ്ലാമിനെതിരായിക്കൊണ്ടുള്ള മറ്റേത് വിശ്വാസവും അത് മുസ്ലിമീങ്ങൾ ഒരു നിലക്കും ആ വിഷയങ്ങളിൽ പങ്കുകൊള്ളുവാനോ അതിൽ ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് വീഴ്ച വരുത്താനോ പാടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അള്ളാഹ് പറഞ്ഞു കഴിഞ്ഞു, ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അള്ളാഹിന്റെ അടുത്ത് സ്വീകരിക്കപ്പെട്ട ഇസ്ലാമാണെന്ന്. ഇസ്ലാം അല്ലാത്ത മറ്റൊന്നും അള്ളാഹ് സ്വീകരിക്കൂല എന്ന് പറഞ്ഞു. ഇസ്ലാം കൊണ്ട് ഉദ്ദേശം വെറും 5 നേരം നിസ്കരിക്കലല്ല. ഒന്നാമത്തെ വിവക്ഷ റസൂലുള്ളാഹി പഠിപ്പിച്ചതുപോലെ അഖീദ തന്നെയാണ്, വിശ്വാസം തന്നെയാണ്. വിശ്വാസപരമായി കൊണ്ട് അള്ളാഹ് അപ്പൊ മറ്റൊരു വിശ്വാസം സ്വീകരിക്കൂല എന്നർത്ഥം. മറ്റൊരു വിശ്വാസവും അള്ളാഹ് സ്വീകരിക്കൂല എന്നർത്ഥം. ഇസ്ലാം മാത്രമേ ശരിയുള്ളൂ എന്നർത്ഥം. ഇസ്ലാമിന്റെ വിശ്വാസം സ്വീകരിച്ചവൻ മാത്രമേ സ്വർഗത്തിൽ പ്രവേശിക്കുള്ളൂ എന്നർത്ഥം. ഇസ്ലാമിക വിശ്വാസം സ്വീകരിക്കാത്ത ആളുകളെല്ലാം നരകത്തിൽ പോവുക തന്നെ ചെയ്യുമെന്നാണ് അതിന്റെ അർത്ഥം. ഇസ്ലാമിക വിശ്വാസത്തിനെതിരായ വിശ്വാസത്തിൽ, ഇസ്ലാമിന്റെ യഥാർത്ഥ വിശ്വാസത്തിൽ മായം കലർത്തുന്നവർ, ഇസ്ലാമിന്റെ യഥാർത്ഥ വിശ്വാസത്തിന് എതിര് പ്രവർത്തിക്കുന്നവർ, അവർ നരകാവകാശികളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ മാർഗത്തിൽ നിന്ന് ബഹുദൂരം വൈകേടിലാണ് അവർ എന്ന് തന്നെയാണ് ഖുർആനും ഹദീസും പഠിപ്പിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഒരുപാട് ആഘോഷങ്ങൾ നമ്മുടെ മുന്നിൽ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്, ഇന്നും ഇന്നലെയായിക്കൊണ്ട്. ഇനി വരാനിരിക്കുന്നത് ഇസ്ലാമിന്റെ പേരിൽ കെട്ടിച്ചമക്കപ്പെട്ട ആഘോഷങ്ങളുണ്ട്, അന്യമതസ്ഥരുടെ ആഘോഷങ്ങൾ നമ്മുടെ മുന്നിൽ വരാനുണ്ട്. ഇവിടൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആഘോഷങ്ങൾക്കൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചതുപോലെ മഹാനായ ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി ആയത്തുകളുടെയും ഹദീസുകളുടെയും അടിസ്ഥാനത്തിൽ പറയുന്നുണ്ട്, അൽ അഅയാദു ശരീഅത്തുൻ, ആഘോഷങ്ങൾ എന്നുള്ളത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം, ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ആഘോഷം എന്നുള്ളത് ശരീഅത്താണ്, ഇസ്ലാമിലെ നിയമമാണ്, അഥവാ ഇബാദത്താണ്, പ്രതിഫലാർഹമാണെന്ന്. ഇസ്ലാമിൽ ഈദുൽ ഫിത്ർ ആഘോഷിച്ച അതിന് പ്രതിഫലമാണ്. അതിനു വേണ്ടി ഉണ്ടാക്കുന്ന ചോറ്, അതിനു വേണ്ടി നമ്മൾ ചെലവഴിക്കുന്ന ഓരോ ഊർജത്തിനും പ്രതിഫലമുണ്ട് എന്നുള്ളതാണ്. ഇസ്ലാമിലെ ആഘോഷങ്ങൾ പ്രതിഫലാർഹമാണ്. ഇസ്ലാമിലെ ആഘോഷങ്ങൾ ഇബാദത്താണ്. ഇസ്ലാമിൽ ആഘോഷങ്ങൾ പോലും ഇബാദത്താണ് എന്നുള്ളതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. അതാണ് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത്. ഇബാദത്തുകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ പഠിപ്പിക്കണം. അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിക്കാത്ത ഒരു ഇബാദത്തും നമ്മൾ എടുത്തുകൂടാ എന്ന് തന്നെ മനസ്സിലാക്കണം. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലേക്ക് കടന്നു വരുന്ന ഒരു സാഹചര്യം നമ്മൾ മനസ്സിലാക്കണം. റസൂലുള്ള മദീനയിലേക്ക് ഹിജ്റ പോയ സന്ദർഭത്തിൽ ആ സമൂഹത്തിൽ ഉണ്ടായിരുന്നത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുതുബ പറയുന്ന വേളയിൽ പ്രവാചകന്റെ ഹദീസിൽ കാണാം, ഇഹ്മറത്ത് ഐനാഹു, പ്രവാചകന്റെ മുഖം ചുവന്നിരുന്നു എന്നുള്ളതാണ്. കഅന്നഹു മുൻദിറു ജയ്ശിൻ, റസൂലുള്ള ഒരു പട്ടാളക്കാരൻ, ഒരു കമാൻഡർ തന്റെ അണികൾക്ക് കമാൻഡ് നൽകുന്നത് പോലെ അതിശക്തമായി കൊണ്ട് നിർദ്ദേശങ്ങൾ റസൂലുള്ളാഹി ഖുതുബയിലൂടെ നൽകിയിരുന്നു എന്നുള്ളതാണ്. ഖുതുബ റസൂലുള്ളാഹി അത്രയും പ്രാധാന്യമായി കണ്ടിരുന്നു. ഖുതുബയിലൂടെ റസൂലുള്ളാഹി നൽകുന്ന ഓരോ വഅദുകളും ഓരോ ഉപദേശങ്ങളും സദുപദേശങ്ങളും അത്രമേൽ പ്രാധാന്യമുള്ളത് കൊണ്ടാണ് റസൂലിന്റെ ശബ്ദം ഉയർന്നത്. ശബ്ദം താഴ്ത്തി മാത്രം സംസാരിച്ചിരുന്ന റസൂൽ എന്തുകൊണ്ട് ഖുതുബയുടെ വേളകളിൽ റസൂലുള്ളാഹി ശബ്ദം ഉയർത്തി സംസാരിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഖുതുബയിൽ പറയുന്ന ഓരോന്നും പോയിന്റുകളാണ്. ഇവിടെ നമ്മൾ പറയുന്ന ഓരോന്നും റസൂലിന്റെ വചനങ്ങളാണ്, അള്ളാഹുവിന്റെ ആയത്തുകളാണ്. അതുകൊണ്ട് സശ്രദ്ധം, ഒരു അശ്രദ്ധയുമില്ലാതെ നമ്മൾ ഇതിന് ശ്രദ്ധിച്ചേ മതിയാവുള്ളൂ. ഇവിടെ പറയുന്ന ഓരോന്നും അബുദുകളാകുന്ന, അള്ളാഹുവിന്റെ അടിമകളാകുന്ന നമ്മൾ അനുസരിച്ചേ മതിയാവുള്ളൂ. റസൂലുള്ളാഹി മദീനയിൽ കടന്നു വരുന്ന സന്ദർഭത്തിൽ ആ സമൂഹത്തിൽ ഒരു പ്ലൂറൽ സമൂഹമായിരുന്നു. അമുസ്ലിങ്ങളായ ഒരുപാട് ജനങ്ങൾ ഉണ്ടായിരുന്നു. സ്ത്രീയെ ആരാധിച്ചവരുണ്ടായിരുന്നു, ജൂതന്മാരുണ്ടായിരുന്നു, ക്രൈസ്തവരുണ്ടായിരുന്നു. ആ സമൂഹത്തിലേക്ക് റസൂലുള്ള കടന്നു നിന്നുകൊണ്ട് മുസ്ലിമീങ്ങളോട് പറയുന്നുണ്ട്, നിങ്ങൾ നിങ്ങൾക്ക് 2 ആഘോഷങ്ങൾ ഉണ്ടായിരുന്നു മദീനക്കാരെ, മുസ്ലിമീങ്ങളെ. നിങ്ങൾ 2 ദിനങ്ങൾ, ഏതോ 2 ദിനങ്ങൾ നിങ്ങൾ ആഘോഷിക്കാറുണ്ടായിരുന്നു. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാ, അത് അബ്ദലകുമാ, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ഈ 2 ആഘോഷത്തിന് പകരമായി കൊണ്ട് ഈദുൽ ഫിത്റും ഈദുൽ അദ്ഹയും നൽകിയിരിക്കുന്നു എന്ന ആ ഹദീസിന്റെ പ്രയോഗം തന്നെ എക്സ്ചേഞ്ച് ആയി അല്ലാഹു നൽകിയിരിക്കുന്ന,
മദീനക്കാർ ആഘോഷിച്ചിരുന്ന 2 ആഘോഷങ്ങൾക്ക് പകരമായിക്കൊണ്ട് റസൂലുള്ള ഉപയോഗിച്ച വാക്ക് ഖൈറം മിൻഹ, അതിനേക്കാൾ ഖൈറായ ഒന്നിനെ 2 എണ്ണത്തിനെ കൊണ്ട് അള്ളാഹു പകരം വെച്ചിരിക്കുന്നു. അപ്പൊ ആദ്യം ആഘോഷിച്ച ആഘോഷം പാടില്ല എന്നാണ് അർത്ഥം. നമ്മളൊരു കാര്യം, ഒരാൾക്കൊരു എക്സ്ചേഞ്ച് ഓഫർ ഒക്കെ എങ്ങനെ ഉണ്ടാവല്? ഒരു ഫോൺ എക്സ്ചേഞ്ച് ഓഫർ ചെയ്യുമ്പോൾ പഴയ ഫോൺ കൊടുത്ത് പുതിയ ഫോൺ വാങ്ങുമ്പോൾ പുതിയത് നമ്മുടെ അടുത്ത് ഉണ്ടാവുള്ളൂ, പഴയത് പീഡിയക്കാരുടെ ഉണ്ടാവും. അതേപോലെ റസൂലുള്ള പ്രയോഗിച്ച പ്രയോഗം തന്നെ അങ്ങനെയാണ്, പകരമായിക്കൊണ്ട്. പഴയത് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റൂല. റസൂൽ അങ്ങനെ തന്നെ അത് അബ്ദലക്കും, നിങ്ങൾക്ക് പകരം വെച്ചു തന്നിരിക്കുന്നു. നിങ്ങൾ ആഘോഷിച്ചിരുന്ന 2 ആഘോഷത്തിന് പകരമായിക്കൊണ്ട് റസൂൽ പറയാ പുതിയ 2 ആഘോഷങ്ങൾ അള്ളാഹ് നിങ്ങൾക്ക് ശറഅാക്കി തന്നിരിക്കുന്നു. ഈദുൽ ഫിത്റും ഈദുൽ അദ്ഹയും, അതാണ് നിങ്ങൾ ആഘോഷിക്കേണ്ടത്. ഇബ്നു തൈമിയ പറഞ്ഞതുപോലെ ശരീഅത്തും മിനല്ലാഹ്, ഇത് രണ്ടും അള്ളാഹുവിന്റെ ശരീഅത്തിൽ നിന്നാണ്. ആ ഹദീസിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് മുസ്ലിമീങ്ങൾക്ക് വാർഷികാഘോഷമായിക്കൊണ്ട് എല്ലാ വർഷത്തിലും ആവർത്തിച്ചു വരുന്ന ആഘോഷമായിക്കൊണ്ട് ഈദായിക്കൊണ്ട് ബലി പെരുന്നാളും ചെറിയ പെരുന്നാളും മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് റസൂലുള്ളാഹിന്റെ ഹദീസിൽ നിന്ന് വ്യക്തമാണ്. റസൂലുള്ളാഹ് അവർ മറ്റ് ഈദുൽ ഫിത്റും ഈദുൽ അദ്ഹയും ആചരിക്കുന്നതിന് പകരം അതിന്റെ കൂടെ മദീനക്കാർ ആഘോഷിച്ചിരുന്ന ആഘോഷത്തിന് കൂടി പങ്കെടുക്കാമെന്ന് റസൂലുള്ളാഹ് പറഞ്ഞില്ല. മദീനക്കാർ ഇത്രയും കാലം ഏത് ആഘോഷമാണോ ആഘോഷിച്ചിരുന്നത് അത് മാറ്റി നിർത്തിക്കൊണ്ട് അതിനു പകരമായിക്കൊണ്ട് മുസ്ലിമീങ്ങൾ ആഘോഷിക്കേണ്ടത് ഈദുൽ ഫിത്റും ഈദുൽ അദ്ഹയും മാത്രമാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വ്യക്തമാക്കുമ്പോൾ പ്രേം നിറഞ്ഞ മുഅ്മിനുകളെ മുഅ്മിനാത്തുകളെ നമ്മളൊന്ന് ആലോചിക്കേണ്ടതുണ്ട്. നമ്മുടെ വിഷയം ഈ 2 ആഘോഷം മാത്രമേ മുസ്ലിമിനുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിമിന്റെ ജീവിതം മുഴുവനും ഇസ്ലാമുമായി ബന്ധപ്പെടുത്തിയിട്ടാ വെച്ച്. ഇസ്ലാമുമായി ബന്ധപ്പെടാത്ത ഒരു ആഘോഷം മുസ്ലിമിനില്ല. ഇസ്ലാമുമായി ബന്ധപ്പെടാത്ത ഒരു ആഘോഷം ഇസ്ലാമിനില്ല, മുസ്ലിമിനില്ല. നമുക്ക് നമ്മുടെ ആഘോഷങ്ങൾ പോലും, നമ്മുടെ ചിരി പോലും, നമ്മുടെ സന്തോഷങ്ങൾ പോലും എല്ലാം ഇസ്ലാമുമായി ബന്ധപ്പെടുത്തിയിട്ടാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ് നമ്മൾ കാരണം മറ്റൊരാൾക്ക് സന്തോഷം വരുന്നുണ്ടെങ്കിൽ, നമ്മൾ കാരണം മറ്റൊരാൾ ചിരിക്കുന്നുണ്ടെങ്കിൽ അതിനുപോലും പ്രതിഫലമുണ്ടെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇസ്ലാമിൽ ഒരു മുസ്ലിമിന്റെ എല്ലാ ജീവിതത്തിന്റെ എല്ലാ ഭാഗങ്ങളും ഇസ്ലാമുമായി കണക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആഘോഷങ്ങൾ പോലും ഇസ്ലാം പഠിപ്പിച്ചതേ പറ്റുള്ളൂ എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹദീസിലൂടെ വ്യക്തമാക്കുന്നത്. ഈ ഒറ്റ ഹദീസ് മതി നമുക്ക് നമ്മുടെ വിവാദങ്ങളും നമ്മുടെ പ്രയാസങ്ങളും നമുക്ക് സംശയത്തിലായ വിഷയങ്ങളൊക്കെ മാറ്റിവെക്കാൻ. എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ പല ആഘോഷങ്ങളും ഇന്ന് രാജ്യത്തിന്റെ പേരിൽ, കേരളത്തിന്റെ പേരിൽ ചില ആഘോഷങ്ങൾ, ചില മതത്തിന്റെ പ്രത്യേകമായ ആഘോഷങ്ങൾ അത് കേരളത്തിന്റെ ആഘോഷമായി കൊണ്ടാടപ്പെടാറുണ്ട്. അത് ലോകത്തിന്റെ ആഘോഷമായി കൊണ്ടാടപ്പെട്ടു കഴിഞ്ഞാലും മുസ്ലിം മനസ്സിലാക്കേണ്ടത് മുസ്ലിമിന് 2 ആഘോഷം തന്നെയുള്ളൂ. ചില മതത്തിന് പ്രത്യേകമായ ആഘോഷങ്ങൾ മഹാന്മാരായ ഇബ്നു ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി, ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ ഇഖ്തിലാഇസ് സിറാത്തുൽ മുസ്തഖീം എന്ന ഗ്രന്ഥം തന്നെ രചിച്ചത് ആഘോഷങ്ങളെക്കുറിച്ച് മുസ്ലിമീങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ വേണ്ടിയാണ്. അദ്ദേഹം അതിൽ പറയുന്നുണ്ട്, ഒരു ആഘോഷത്തെ പറ്റി അദ്ദേഹം അതിൽ പ്രത്യേകം പരാമർശിക്കുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയാണ് ചില ആഘോഷങ്ങൾ ഉണ്ടാവും, അതിന്റെ രൂപങ്ങളും ഭാവങ്ങളൊക്കെ മാറ്റപ്പെട്ടിട്ടുണ്ടാവാം, പക്ഷേ ആ ആഘോഷം വന്നിട്ടുള്ളത് ഒരു മതത്തിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ, ഒരു വിശ്വാസ അടിത്തറയുടെ അടിസ്ഥാനത്തിൽ നിന്നാണ് ആഘോഷം വന്നതെങ്കിൽ ആ ആഘോഷത്തിന്റെ രൂപമോ ഭാവമോ ഔദ്യോഗികതയോ എന്തും മാറ്റം ചെയ്യപ്പെട്ടുകൊള്ളട്ടെ, ആ ആഘോഷം അത് ഏത് ആഘോഷമായിക്കോട്ടെ ഒരു മതത്തിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന ആഘോഷമാണെങ്കിൽ അത് ലോകത്തിന്റെ ആഘോഷമായിക്കൊണ്ട് ആര് പ്രഖ്യാപിച്ചു കഴിഞ്ഞാലും ഇസ്ലാമിന് ധന്യമാണ്, അത് മുസ്ലിമിന് ആഘോഷിക്കാൻ പാടില്ല എന്ന് ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹിയെ പോലുള്ള പണ്ഡിതന്മാർ വ്യക്തമാക്കുന്നുണ്ട്. ഇസ്ലാമിൽ എല്ലാത്തൊരു ആഘോഷം നമ്മൾ ആഘോഷിക്കുമ്പോൾ ഒരുപാട് ഹദീസുകൾക്ക് നമ്മൾ വിരുദ്ധമായി നമ്മൾ ജീവിക്കേണ്ടി വരും. നമ്മൾ വലിയ പെരുന്നാളും ചെറിയ പെരുന്നാളും അല്ലാത്തൊരു ആഘോഷം നമ്മൾ കൊണ്ടാടാന്ന് വിചാരിക്കുക. അവിടെ റസൂൽ പറഞ്ഞ ഈ അബ്ദലക്കുമുള്ള എന്ന് പറഞ്ഞ ഹദീസിന് നമ്മൾ വിരുദ്ധാവണം. മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും, ആരെങ്കിലും ഒരു സമൂഹത്തോട് സാദൃശ്യപ്പെട്ട് കഴിഞ്ഞാൽ അവൻ അവരിൽപ്പെട്ടവനായി എന്ന് പറയുമ്പോൾ ഈ റസൂലുള്ള പറഞ്ഞ 2 ഹദീസിനെ നമ്മൾ ധിക്കരിക്കാതെ മറ്റൊരാളുടെ ആഘോഷം നമുക്ക് ആഘോഷിക്കാൻ കഴിയില്ല. ഈ മൻ തശബ്ബഹ ബിഖൗമിൻ എന്ന ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയാം എങ്ങനെയൊക്കെ സാദൃശ്യം ഉണ്ടാവലും അവർക്ക് മാത്രം ആഘോഷം നിർണയിക്കപ്പെട്ട ദിവസത്തിൽ ആ ആഘോഷത്തിന്റെ ഭാഗമായിക്കൊണ്ട് നമ്മൾ നമ്മളുടെ വസ്ത്രധാരണത്തിൽ ഒരു മാറ്റം വരുത്തുകയാണെങ്കിൽ, അന്ന് ഒരു പ്രത്യേക മുണ്ടും തുണിയിടുകയാണ്,
അന്ന് പ്രത്യേക ഒരു സാരി ചുറ്റിയാണ്, അത് സാദൃശ്യപ്പെടലാണ്. മഹാന്മാരായ പണ്ഡിതന്മാർ, മുസ്ലിം സമുദായം എല്ലാവരും അംഗീകരിക്കുന്ന ലോകം കണ്ട ഏറ്റവും വലിയ പണ്ഡിതന്മാരാണ് വിശദീകരിക്കുന്ന ഈ ഹദീസിനെ. സാദൃശ്യപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മാത്രം പ്രത്യേകമാക്കപ്പെട്ട ആഘോഷ ദിനങ്ങളിൽ അവർ മാത്രം ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ കൂടി ചെയ്യുകയാണ്. അവർക്ക് മാത്രം, അവരുടെ മാത്രം ആഘോഷങ്ങളിൽ നമ്മുടെ വസ്ത്രധാരണത്തിൽ ഒരു മാറ്റം വരുത്തുകയാണ്. നമ്മുടെ ശീലങ്ങൾ പോലും നമ്മൾ മാറ്റുകയാണെങ്കിൽ അതൊക്കെ ഈ സാദൃശ്യപ്പെടലിൽ പെടും. അതൊക്കെ ബിദ്അത്താണ്, അതൊക്കെ ഹറാമാണെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നുണ്ട്. ഇതിന് ഹുക്കുമ് പറയാൻ സുഖം. ഹുക്കുമ് പറയാൻ ഞാൻ ഇപ്പൊ പറഞ്ഞതുപോലെ മറ്റൊരു മതത്തിന്റെ അടിസ്ഥാനത്തിൽ വരുന്ന ആഘോഷമൊന്നും ആഘോഷിക്കാൻ പറ്റില്ലെന്ന് ഹറാമ് ഹലാൽ എന്നൊക്കെ പറയാൻ സുഖമാണ്. പക്ഷെ ഇതൊക്കെ അറിയാത്ത മനുഷ്യന്മാരാരുമില്ല. പക്ഷെ എന്തുകൊണ്ട് നമ്മുടെ മുസ്ലിം സമൂഹം അന്യമതത്തിന്റെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, അള്ളാഹു ഒക്കെ പറഞ്ഞത് എന്താ? മറ്റൊരാളുടെ ആഘോഷങ്ങൾ നമ്മുടെ ആഘോഷമായി കാണുന്ന ഒരവസ്ഥ സംജാതമായിരിക്കുകയാണ്. ഇവിടെ ഹറാം എന്നുള്ള ഹുക്കും അറിയാത്തത് കൊണ്ടല്ല, പാടില്ല എന്ന ഹുക്കും അറിയാത്തത് കൊണ്ടല്ല. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാനൊരു വ്യക്തിയുമായി സംസാരിച്ചു. അദ്ദേഹത്തിനോട് ഒരു വിഷയവുമായി ബന്ധപ്പെട്ട ആയത്തുകളും ഹദീസുകളൊക്കെ ഞാൻ പങ്കുവെച്ചപ്പോൾ അദ്ദേഹം ലാസ്റ്റ് പറഞ്ഞ ഉത്തരം എന്താ അറിയോ? എല്ലാം ശരിയാണ്, പക്ഷേ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് വേണ്ടേന്നാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മുശ്രിക്കീങ്ങൾ വന്നുകൊണ്ട് പറയുന്നുണ്ട്, റസൂലെ ചെറുങ്ങനൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുമെന്ന്. അപ്പൊ റസൂലുള്ളാഹി ഓതിയ ഒരു ആയത്തുണ്ട്, ലക്കും ദീനുക്കും വലിയ ദീൻ. ദീനിലൊരു അഡ്ജസ്റ്റ്മെന്റ് ഇല്ല. വിശ്വാസ കാര്യങ്ങളിൽ യാതൊരു അഡ്ജസ്റ്റ്മെന്റും ഇല്ല. ലക്കും ദീനുക്കും, നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ, വലിയ ദീൻ, എനിക്കെന്റെ ദീൻ. അങ്ങനെ നിലപാട് സ്വീകരിക്കാൻ പറ്റണം. ഞാൻ പേര് പറയാതെ തന്നെ ഇപ്പൊ മുസ്ലിം സമൂഹം ഏറ്റവും കൂടുതൽ കൊണ്ടാടിക്കൊണ്ടിരിക്കുന്ന ആഘോഷം ഏതാണെന്ന് നമുക്ക് സുവ്യക്തമാണ്. നമ്മുടെ മക്കളെ പോലും ആ ആഘോഷം ആഘോഷിക്കാൻ വേണ്ടി നമ്മൾ ഡ്രസ്സും ഒരുക്കി വിടുകയാണ്. സ്വന്തം പുരയത്തെ കല്യാണം ഉണ്ടെങ്കിൽ നമ്മൾ കുട്ടികളെ ലീവ് എടുപ്പിക്കും. നമുക്ക് വേണ്ടി നമ്മുടെ മക്കളുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടിയും നമ്മുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടിയും സ്കൂളും കോളേജും എന്തും നമ്മൾ ലീവ് എടുപ്പിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇഷ്ടങ്ങൾക്ക്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾക്ക് യാതൊരു വിലയും കൽപ്പിക്കാതെ സ്കൂളിന്റെ നിയമമാണെന്ന് പറഞ്ഞുകൊണ്ട് ഏത് ആഘോഷങ്ങൾ പല ആഘോഷങ്ങളും നിയമാക്കിക്കൊണ്ടിരിക്കുകയാണ്. മുസ്ലിം മാനേജ്മെന്റ് ആയ സ്ഥാപനങ്ങൾ പോലും അള്ളാഹു പാടില്ല എന്ന് പറഞ്ഞ ആഘോഷങ്ങൾ ആഘോഷമാക്കുമ്പോൾ മുസ്ലിം ഉമ്മത്ത് അതിന് മൗനസമ്മതം കൊടുക്കുക. നമ്മൾ എല്ലാവരും കുറ്റക്കാരാവും. ഒരാൾ മാത്രമല്ല കുറ്റക്കാരാ, മനസ്സിലാക്കണം. നമ്മൾ ഫർദ് കിഫായ എന്നൊക്കെ പഠിച്ചില്ലേ, എല്ലാവരുടെ മേൽ നിർബന്ധമാവും, വ്യക്തിബാധ്യത എന്നൊക്കെ പറഞ്ഞതുപോലെ എല്ലാവരും കുറ്റക്കാരാവുന്ന ചില രംഗങ്ങൾ കൂടി ഇസ്ലാമിലുണ്ട് എന്ന് മനസ്സിലാക്കണം. നമ്മൾക്ക് ആ മൗന സമ്മതം പാലിക്കുകയാണ്. നമ്മളൊന്നും ആഘോഷിക്കുന്നില്ല. സ്കൂളിലായിട്ട് അങ്ങനത്തെ ആഘോഷം നമ്മളെ മക്കളെ വിടുകയും ചെയ്യും. നമ്മളൊന്നും ആഘോഷിക്കണില്ല, ജസ്റ്റ് ഒരു തെഹനിയത്ത് കൊടുക്കും, നമ്മളൊരു ആശംസ പറയില്ലേ, ആശംസ. ഇന്ന് ആഘോഷത്തിന് ഹാപ്പി എന്ന് പറഞ്ഞുകൊണ്ട് ആഘോഷത്തിന്റെ പേര് പറയും. നമ്മൾ ഒരു ആഘോഷത്തിന് ആശംസ നേരൽ പോലും, ഇസ്ലാമല്ലാത്ത മറ്റേത് ആഘോഷത്തിനും ആശംസ നേരൽ പോലും ഹറാമാണെന്ന മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിച്ചു. വിഷയം വളരെ ഗൗരവമാണ്. നരകത്തിൽ പോകുന്ന റസൂലുള്ളാഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ജീവിക്കുന്നതിന് എന്തിനു വേണ്ടിയിട്ടാ? സ്വർഗ നരകത്തിന് വേണ്ടിയിട്ടുള്ള. മറ്റൊന്ന് മുസ്ലിം സമുദായത്തിന്റെ ഉള്ളിൽ തന്നെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഗൗരവമേറിയ വിഷയമാണ്. മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ. നാം കൽപ്പിക്കാത്തത് ആര് ചെയ്തുവോ ഫഹുവ റദ്ദുൻ, അത് തള്ളപ്പെടേണ്ടതാണ്. മൻ അഹ്ദഥ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. നാം കൽപ്പിക്കാത്തത്, നാം പഠിപ്പിക്കാത്തത് ഈ ഇസ്ലാമിന്റെ പേര് ആര് കെട്ടിച്ചമച്ചുവോ അത് എത്ര മുന്തിയ കർമ്മമാണെങ്കിലും ഫഹുവ റദ്ദുൻ, അത് തള്ളപ്പെടേണ്ടതാണ്. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി റസൂലുള്ളാഹിന്റെ ഖബർ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുന്ന ഒരു വർത്തമാനമുണ്ട്. ഈ ഖബറിലുള്ള മനുഷ്യനൊഴികെ ബാക്കി എല്ലാവർക്കും തെറ്റുപറ്റപ്പെടും. റസൂലുള്ളാഹിക്ക് തെറ്റുപറ്റൂല. അതുകൊണ്ട് ഒരാൾ സ്വീകരിക്കുന്നുവെങ്കിൽ അവർ റസൂലുള്ളാഹിനെ സ്വീകരിച്ചു കൊള്ളട്ടെ. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞില്ലേ, ഞാൻ സ്വർഗത്തിലേക്ക് നിങ്ങളെ അടുപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നരകത്തിൽ നിന്ന് നിങ്ങളെ വിടുവിക്കുന്നതുമായ എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. മറ്റൊന്നും നിങ്ങൾ ചെയ്യേണ്ടതില്ല എന്ന് റസൂലുള്ളാഹി പറഞ്ഞിട്ട് പോലും റസൂലുള്ളാഹിന്റെ പേരിൽ പോലും ഇന്ന് ധാരാളം കളവുകൾ പ്രചരിപ്പിക്കപ്പെടുക. റസൂൽ പറഞ്ഞ മൻ
കദിബ അലയ്യ മുതഅമ്മിദൻ, എന്റെ പേരിൽ ആരെങ്കിലും കളവ് പറഞ്ഞാൽ ഫഹുവ ഫിന്നാർ, അവൻ നരകത്തിലാണ്, യലിജു ഫിന്നാർ, അവൻ നരകത്തിൽ പ്രവേശിക്കുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്. റസൂലുള്ളാഹിന്റെ പേരിലാണ് ഏറ്റവും കൂടുതൽ കളവുകൾ എന്ന് പ്രചരിപ്പിക്കപ്പെടുന്നത്. അതിൽ ഏറ്റവും പ്രധാനമാണ് ഇനി വരാനിരിക്കുന്ന നബിദിനാഘോഷം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മരിച്ചു എന്ന്, മരണപ്പെട്ടു എന്ന് ഉറപ്പുള്ള ആ ദിവസം മനുഷ്യന്മാർ, മുസ്ലിമീങ്ങൾ ആഘോഷമായി കൊണ്ടാടുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, ഫഹുവറദുൻ, റസൂൽ എന്ന് പറഞ്ഞാൽ തള്ളപ്പെടേണ്ടതാണെന്ന്. ആയത്തിനെ പോലും കളവാക്കുന്നുണ്ട് പല ആൾക്കാരും. റസൂലുള്ളാഹിന്റെ ജന്മദിനം ആഘോഷിക്കാൻ വേണ്ടി പല ആയത്തുകൾ പോലും ദുർവ്യാഖ്യാനിക്കുക, ചില ആയത്ത് തോന്നിയ പോലെ ഓതുക. ഏതെങ്കിലൊക്കെ ആയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിക്കാൻ വേണ്ടി പരക്കെ ഓതപ്പെടാറുള്ള ഒരായത്താണ് ഫബിദാലിക ഫലിയഫ്റഹു, റസൂലുള്ളാഹി എന്നുള്ളത് റഹ്മത്താണ്, കാരുണ്യമാണ്, ആ കാരുണ്യം കൊണ്ട് നിങ്ങൾ സന്തോഷിക്കുക എന്ന് പലരും അള്ളാഹിന്റെ ആയത്തുകൾ ഓതി റസൂലുള്ളാഹിനെ പറ്റി കളവ് പറയാറുണ്ട്. റസൂലുള്ളാഹി എന്നുള്ളത് കാരുണ്യം എന്നുള്ള ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷെ അതെങ്ങനെ സന്തോഷിക്കണം, ഓരോ ആയത്തും എങ്ങനെ ജീവിതത്തിൽ പകർത്തണമെന്ന് സ്വഹാബത്ത് പറയുന്നുണ്ട്. മഹാനായ ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്ന ശ്രദ്ധേയമായ വാക്കുകളുണ്ട്. അദ്ദേഹം ഇഖ്തിലാഉസ് സിറാത്തുൽ മുസ്തഖീം എന്ന ഗ്രന്ഥത്തിൽ പറയാം, ഫഇന്ന ഹാദാ ലം യഫ്അലുഹു സലഫ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം കൊണ്ടാടുക എന്നുള്ളത് സ്വഹാബത്ത് നിർവഹിച്ചിട്ടില്ല, താബിഈങ്ങൾ നിർവഹിച്ചിട്ടില്ല. വഅദ്മുൽ മാനിഅ മിൻഹു ലൗ കാന ഖൈറൻ, അതെങ്ങാനും ഖൈറായിരുന്നുവെങ്കിൽ, ലസബഖ മിന്നാ, അതെങ്ങാനും ഖൈറായിരുന്നുവെങ്കിൽ, അതുകൊണ്ട് സ്വർഗം ലഭിക്കുമായിരുന്നുവെങ്കിൽ അത് സ്വഹാബത്തായിരുന്നു ഒന്നാമത് ചെയ്യേണ്ടിയിരുന്നത് എന്ന് മഹാനായ ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി പഠിപ്പിക്കുകയാണ്. കാരണം എന്താ? കാനു അശദ്ദ മഹബ്ബത്തൻ ലിറസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, കാരണം നമ്മളെക്കാളും അങ്ങേയറ്റം റസൂലിനെ സ്നേഹിച്ചവർ അവരായിരുന്നു. നമ്മുടെ സമുദായത്തിൽപ്പെട്ട പല ആൾക്കാർ പോലും ഇന്ന് സ്കൂളുകളിൽ പല മതസ്ഥരുടെ ആഘോഷം പോലല്ല, ഇന്ന് ഏതൊക്കെ സ്കൂള് വർക്കിംഗ് ആണ്. എന്തിന്റെ പേരിലറിയും? റസൂലുള്ളാഹിന്റെ ജന്മദിനം ആഘോഷിക്കാൻ വേണ്ടി മാത്രം. എന്നിട്ട് ഇതൊക്കെ തെറ്റാണ് എന്ന് അറിയുന്ന സമുദായം പോലും ഇന്ന് സ്കൂളിലേക്ക് മക്കളെ പറഞ്ഞയച്ചിട്ടുണ്ട്. അങ്ങനെ തന്നെ പറയാം. റസൂലുള്ളാഹിനെ ധിക്കരിക്കുന്നതിൽ നമ്മളാണ് ഏറ്റവും മുന്നിൽ. റസൂലുള്ളാഹിക്ക് വേണ്ടി, അള്ളാഹ്ക്ക് വേണ്ടി ഒരു ദിവസം മക്കളെ സ്കൂൾ പോലും കട്ടാക്കാൻ കഴിയില്ല. പിന്നെ നമ്മുടെ ഈമാന്റെ അവസ്ഥ എന്താ? പിന്നെ എന്തിനാ നമ്മളെ പറ്റുക? റസൂലുള്ളാഹി പറഞ്ഞതുപോലെ കാലത്തിനൊത്തൊഴുകുന്ന ചണ്ടികളും ചവറുകളുമായി നമ്മൾ മാറിക്കൊണ്ടിരിക്കുക. ഒരു നിലപാട് പോലും റസൂലുള്ളാഹിക്ക് വേണ്ടി, അള്ളാഹ്ക്ക് വേണ്ടി എടുക്കാൻ കഴിയാത്ത ദുർബലരായിക്കൊണ്ട് നമ്മൾ മാറുകയാണ്. ആരെന്തു പറഞ്ഞാലും വിശ്വസിക്കും, ആരെന്തു പറഞ്ഞാലും അതിന് ചിരിച്ചു കൊടുക്കും, ആരെന്തു പറഞ്ഞാലും അതിനൊക്കെ മൗനസമ്മതം കൊടുക്കുന്ന നിലപാടില്ലാത്ത ദുർബല ഈമാനികളായിക്കൊണ്ട് നമ്മൾ മാറുമ്പോൾ ഗൗരവത്തോടെ ചിന്തിക്കുക. നരകം നമ്മളിൽ നിന്ന് അന്യപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്, നരകം നമ്മളിൽ നിന്ന് ബഈദായിക്കൊണ്ടിരിക്കുകയാണ്, ദൂരമായിക്കൊണ്ടിരിക്കുകയാണ്. ഒരാളെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ അനുസരിക്കുക എന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും പ്രാർത്ഥിച്ചത്, അല്ലാഹുവേ, ഞാൻ മരിച്ചതിന് ശേഷം എന്റെ ഖബർ വിഗ്രഹമാക്കുന്നതിൽ നിന്ന് ഞാൻ അതിന് പേടിക്കുന്നുണ്ട്, എന്റെ ഖബർ ആരാധിക്കപ്പെടും എന്ന് ഞാൻ പേടിക്കുന്നുണ്ട്, അതുകൊണ്ട് അതിനെ തൊട്ട് എന്നെ കാക്കണേന്ന് റസൂലുള്ള പോലും അങ്ങനെയൊക്കെ പേടിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹിന്റെ പേരിലാണെങ്കിൽ പോലും ഇസ്ലാമിലില്ലാത്ത ചെയ്യാൻ പാടില്ല. റസൂൽ ഒരു ഉദാഹരണം പറയാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചതിന് ശേഷം കുറച്ച് ആളുകൾ റസൂലുള്ളാഹിന്റെ പള്ളിയിൽ ചുറ്റിയിരുന്നിട്ട് അവര് കല്ലുകൾ, ഈത്തപ്പഴത്തിന്റെ കുരുവോ അല്ലെങ്കിൽ കല്ലുകളോ ഉപയോഗിച്ച് ദിക്ർ ഇങ്ങനെ ചെല്ലുക, ഉറക്ക ചെല്ലുക. ഒരാളിങ്ങനെ കുലു അല്ലാഹു അക്ബർ എന്ന് പറയും. അപ്പൊ എല്ലാവരും കൂടി ഇരുന്നിട്ട് വട്ടത്തിൽ ഇരുന്നിട്ട് കല്ലുകൾ കൊണ്ട് അല്ലെങ്കിൽ ഈത്തപ്പഴ കുരു കൊണ്ട് എല്ലാവരും ഒരുമിച്ചിരുന്ന് അല്ലാഹു അക്ബർ ഇങ്ങനെ ചെല്ലുക, സുബ്ഹാനല്ലാഹ് ഇല്ല, അൽഹംദുലില്ലാഹ് ഇല്ല. അപ്പൊ മറ്റൊരു സ്വഹാബി അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു ആണ് എന്ന എൻ്റെ ഒരു ഓർമ്മ. ആ സ്വഹാബി വന്നിട്ട് പറഞ്ഞു, റസൂലുള്ളാഹി മരിച്ചിട്ട് റസൂലുള്ളാഹിന്റെ ഡ്രസ്സ് പോലും നുരുമ്പി പോയിട്ടില്ല, അതിനു മുമ്പേ നിങ്ങൾ പുതുതായിട്ടൊന്ന് കൊണ്ടുവരികയാണെന്ന് ചോദിച്ചു. റസൂലുള്ളാഹി പഠിപ്പിക്കാത്തതൊന്നും ഇസ്ലാമിന്റെ പേരിൽ കൊണ്ടുവരാൻ പാടില്ല. നമ്മളൊക്കെ ചിലപ്പോൾ അത് കൊണ്ടുവരുന്നുണ്ടാവില്ല, പക്ഷെ നമ്മൾ അതിന് പലരും മൗന സമ്മതാണ്, നമ്മൾ അതിനെ എതിർക്കണം. റസൂൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഗൗരവമേറിയ ഒരു ആയത്തുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം സൂറത്തു മാഇദയിൽ, ലുഇനല്ലദീന കഫറു, കാഫിറുകൾ ശപിക്കപ്പെട്ടിരിക്കുന്നു, മിൻ ബനി ഇസ്രായീൽ, ബനൂ ഇസ്രായേൽപ്പെട്ട കുഫാറുകൾ അവർ ശപിക്കപ്പെട്ടിരിക്കുന്നു, അലാ ലിസാനി ദാവൂദ്, ദാവൂദ് നബിയുടെയും ഈസാ നബിയുടെയും നാവ് കൊണ്ടും അവർ ശപിക്കപ്പെട്ടിരിക്കുന്നു. എന്താ കാരണം?
അല്ലാഹു സുബ്ഹാനഹു വ തആല ബനൂ ഇസ്രായേലിൽപ്പെട്ട കുഫാറുകളുടെ സ്വഭാവമായിട്ട് പറയുന്ന സ്വഭാവം എന്താ അറിയോ? അവർ ശപിക്കപ്പെടാൻ ഉണ്ടായ കാരണം കാനൂ ലാ യതനാഹൗന അൻ മുൻകർ, ഒരു തെറ്റ് കണ്ട അവർ തിരുത്തില്ല, ഒരു തെറ്റ് കണ്ട അവർ അതിനെ തടയില്ല എന്നുള്ളത്. അതാണ് ഈ മുസ്ലിം ഉമ്മത്തിന്റെ ഏറ്റവും വലിയ ശാപം. മൗന സമ്മതം പാലിച്ചു കൊടുക്കുക എല്ലാത്തിനും. ആരും എങ്ങനെയും ജീവിച്ചോട്ടെ, അതിനൊന്നും പ്രശ്നമില്ല. ഓന്റെ ഇഷ്ടപ്രകാരം ജീവിക്കുക, നമ്മളെ ഇഷ്ടപ്രകാരം ജീവിക്കുക എന്ന നിലപാട് നമ്മൾ എപ്പോ ഒഴിവാക്കുന്നു അപ്പോഴേ നമ്മുടെ ജീവിതത്തിൽ ബർക്കത്ത് വരുള്ളൂ. അല്ലെങ്കിൽ നമ്മളും ശാപത്തിന് അർഹരായിരിക്കും. നമ്മുടെ മേലും നമ്മൾ അള്ളാഹുവിന്റെ അദാബ് ഭയപ്പെടണമെന്ന് മനസ്സിലാക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിൽ അടിയുറച്ചു നിൽക്കുവാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഓരോരുത്തർക്കും സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. اللهم علمنا ما ينفعنا وزدنا علما يا كريم. اللهم اعطنا الاخلاص وازدد ايماننا يا رب العالمين. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ട് ജീവിക്കണം നമ്മൾ ഖുതുബയിൽ കേൾക്കാറുണ്ട്. അത് പാലിക്കുക എന്ന് പറഞ്ഞാൽ പ്രതിസന്ധി ഘട്ടങ്ങളിലും ഏത് ഘട്ടങ്ങളിലായിക്കോട്ടെ അള്ളാഹ് പറഞ്ഞത് അങ്ങനെ തന്നെ അനുസരിക്കുക എന്നുള്ളതാണ്. അതെന്തിനാ വിട്ടുവീഴ്ച കാണിക്കുക? നമുക്ക് എന്തുകൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു പോയിന്റാണ്. ഒരു ഹുക്കുമുകൾ പലതും ഹറാമാന്ന് അറിഞ്ഞിട്ടും നമ്മൾ ചെയ്യാറുണ്ട്. എന്തിനു ചെയ്യുന്നു എന്ന് നമ്മൾ ചിന്തിച്ചു നോക്കി. അള്ളാന്റെ റസൂല് കൃത്യമായി വിരോധിച്ചു എന്ന് പറഞ്ഞിട്ടും അത് നമുക്ക് ചെയ്യാൻ തോന്നുകയാണെങ്കിൽ നമ്മുടെ ഈമാനിന്റെ ദുർബലത നമ്മൾ ആലോചിക്കണം. അള്ളാഹ് പറയുക ഒരു കാര്യം പറ്റൂല എന്ന് പറഞ്ഞിട്ട്, റസൂലുള്ള ഒരു കാര്യം കൃത്യമായി പറ്റൂല എന്ന് പറഞ്ഞിട്ട്, മനെ അമില അമൽ ഞാൻ കൽപ്പിക്കാത്ത ഒന്നും നിങ്ങൾ ചെയ്യണ്ടെന്ന് റസൂലുള്ള പറഞ്ഞിട്ട് എന്നിട്ടും എന്താ ഒന്ന് ചെയ്താലെന്ന് നമ്മുടെ മനസ്സൊന്ന് കൊതിക്കുന്നുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കാനൂ ലാ യതനാഹൗന അൻ മുൻകർ, അവർ തെറ്റ് തിരുത്തൂല, തെറ്റ് കണ്ടാ തടയൂലാന്ന് ഒരു സമൂഹത്തെ അള്ളാഹു ദമ്മാക്കിക്കൊണ്ട് ആക്ഷേപിച്ച് പറഞ്ഞിട്ട് എന്നിട്ടും നമ്മുടെ സ്വഭാവത്തിൽ അങ്ങനത്തെ സ്വഭാവം ഉണ്ടെങ്കിൽ, നമുക്കൊന്നും തെറ്റ് കണ്ടാൽ തിരുത്താൻ തോന്നുന്നില്ലെങ്കിൽ, അള്ളാഹ്ക്ക് വേണ്ടി നമുക്കൊരു ത്യാഗവും സഹിക്കാൻ കഴിയണില്ലെങ്കിൽ, അള്ളാഹ്ക്ക് വേണ്ടി ഒന്നും നമുക്ക് ചെയ്യാൻ കഴിയണില്ലെങ്കിൽ നമ്മൾ സ്വർഗം ആഗ്രഹിക്കാൻ നമ്മൾ എത്രത്തോളം അർഹരാണ് എന്ന് നമ്മൾ ഗൗരവത്തോടെ ചിന്തിക്കണം. ശബ്ദിക്കണം സുഹൃത്തുക്കൾ. ആരുമില്ല ഇസ്ലാമിന് വേണ്ടി ശബ്ദിക്കാൻ, ആരുമില്ല തിന്മക്കെതിരെ ശബ്ദിക്കാൻ. ഏറെ ഗുണകാംക്ഷയോടുകൂടി നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ സ്നേഹത്തോടുകൂടി, നസീഹത്തോടുകൂടി, ഗുണകാംക്ഷയോടുകൂടി തെറ്റിനെതിരെ നമ്മൾ ശബ്ദിക്കണം. അതിനു വേണ്ടി അവിടേക്കാണ് നമുക്കെന്തായാലും പഠിച്ചവന് വേണ്ടി യുദ്ധത്തിന് ഇറങ്ങാവുന്ന ഒരു അവസരം, ആ ഭാഗ്യം നമുക്കില്ല. അള്ളാഹ്ക്ക് വേണ്ടി ഒരു വെട്ടുകൊള്ളാനോ, അള്ളാഹ്ക്ക് വേണ്ടി ഒരു അടി കൊള്ളാനോ, റസൂലുള്ളാഹിക്ക് വേണ്ടി ഒരു ചീത്ത കേൾക്കാൻ നമുക്ക് ആ ഭാഗ്യം നമുക്കില്ല. എന്തെങ്കിലുമൊക്കെ ത്യാഗം നമ്മൾ സഹിക്കണ്ടേ? ആ സ്വർഗത്തിൽ നമുക്ക് കയറണ്ടേ? എന്ത് ത്യാഗം നമുക്ക് പറയാനുള്ളത്? ഒരാഘോഷങ്ങള് അള്ളാഹു പഠിപ്പിക്കാത്ത ഒരു ആഘോഷം ആഘോഷിക്കുന്ന സമയത്ത് അതൊന്ന് വിട്ടുക്കാനുള്ള ഈമാ പോലും നമുക്കില്ല. പിന്നെ നമ്മളൊക്കെ എങ്ങനെ സ്വർഗത്ത് കയറുക? നമ്മുടെ മക്കൾ അതൊന്ന് വിട്ടു നിർത്തിക്കാനുള്ള ധൈര്യം പോലും നമുക്കില്ലെങ്കിൽ, സ്വന്തം മക്കളും സ്വന്തം കുടുംബക്കാരത് ചെയ്യുമ്പോൾ അത് ചെയ്യരുത്, അത് റസൂലുള്ള പഠിപ്പിക്കാത്താണെന്ന് പറയാനുള്ള ധൈര്യം നമുക്കില്ല. പിന്നെ നമ്മൾ എന്തിനാ പറ്റുക? അതുകൊണ്ട് വിഷയം ഗൗരവമാണ്. സ്വർഗ നരകം തീരുമാനിക്കുന്ന വിഷയം. ഒരു ആഘോഷമൊക്കെ നമ്മളെ സ്വർഗ നരകം തീരുമാനിക്കും, സത്യമാണ്. ഈദ് ഇബാദത്താണെന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. ഈദ് ഇബാദത്താണെങ്കിൽ ഇബാദത്ത് നമ്മളെ സ്വർഗ നരകം തീരുമാനിക്കുക തന്നെ ചെയ്യുമെന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് വിശ്വാസകാര്യങ്ങൾ അഡ്ജസ്റ്റ്മെന്റ് പറ്റൂല. അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായാൽ മാ അന അലൈഹി വസ്ഹാബി, ഞാനും എൻ്റെ പ്രവാചകനും ഏത് മാർഗത്തിലാണോ അത് ആ പറഞ്ഞ മാർഗത്തിൽ നമ്മൾ വ്യതിചലിച്ചു എന്നർത്ഥം. ആ മാർഗത്തിൽ നിന്ന് വ്യതിചലിച്ചു കഴിഞ്ഞാൽ സ്വർഗം നമുക്ക് അന്യമാണ് എന്ന് മനസ്സിലാക്കുക. ഖുർആനും ഹദീസൊക്കെ പല ആഘോഷങ്ങൾക്ക് വേണ്ടി പല ആൾക്കാർ തെറ്റായി വ്യാഖ്യാനിക്കാറുണ്ട്. ഓരോ ഹദീസും ആയത്തും മനസ്സിലാക്കേണ്ടത് സ്വഹാബത്ത് എങ്ങനെ മനസ്സിലാക്കിയോ അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് എന്ന് മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമിൻ്റെ നിലപാടുകൾക്കൊപ്പം ഉറച്ചു നിൽക്കുവാനുള്ള മഹാസൗഭാഗ്യം നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവും റസൂലും എന്തു പറഞ്ഞാലും അത് അങ്ങനെ തന്നെ വിനയാനിതരായിക്കൊണ്ട് അനുസരിക്കുവാനുള്ള, അങ്ങനെ തന്നെ ആ കൽപ്പനകൾക്ക് കീഴൊതുങ്ങുവാനുള്ള സൗഭാഗ്യം, ഈമാനിക കരുത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇസ്ലാമിൻ്റെ വിശ്വാസ ആദർശ വിഷയങ്ങളിൽ യാതൊരു നീക്കുപോക്കുമില്ലാതെ, അഡ്ജസ്റ്റ്മെന്റുമില്ലാതെ വിശ്വാസധീരന്മാരായിക്കൊണ്ട് ജീവിച്ചു മരിക്കുവാനുള്ള സൗഭാഗ്യം
സൗഭാഗ്യം റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഏത് ഫിത്നയുടെ കൊടുങ്കാറ്റിലും അള്ളാഹുവിൻ്റെ നിലപാടിനൊപ്പം നിലകൊള്ളുവാനുള്ള സൗഭാഗ്യം റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്, അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്, അല്ലാഹുമ്മ ഗ്ഫിർ ലി ഹയ്യിനാ വ മയ്യിതിനാ വ ഷാഹിദിനാ വ ഗായിബിനാ വ സഗീരിനാ വ കബീരിനാ വ ദക്കരിനാ വ ഉൻസാനാ യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ ഗ്ഫിർ ലി ഹയ്യിനാ വ മയ്യിതിനാ യാ അല്ലാഹ്, അല്ലാഹുമ്മ ഗ്ഫിർ ലി വാലിദീനാ യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ അദ്ഖിൽനാ ഫീ ജന്നാത്തിൽ ഫിർദൗസ് യാ റബ്ബൽ ആലമീൻ. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مصرف القلوب صرف قلوبنا على طاعتك. اللهم يا مصرف القلوب صرف قلوبنا على طاعتك. اللهم آت نفوسنا تقواها وزكها وأنت خير من زكاها. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين يا رب العالمين. أقم الصلاة.